ഒരു സ്ത്രീ ഒതു എടുത്തു കഴിഞ്ഞാൽ ഭർത്താവിനെ തൊട്ടാൽ ഒതു മുറിയുമോ? അന്യപുരുഷന്മാരെ തൊട്ടാൽ ഒതു മുറിയുമോ? മനസ്സിൽ ചിന്തകളില്ലാതെ, മോശമായ ഒരു ചിന്തകളുമില്ലാതെ ഏതെങ്കിലും ഒരു ആണിനെ തൊട്ടുപോയി എന്ന് കരുതിയാൽ ഒതു മുറിയൂല. അങ്ങനെ ഒതു മുറിയെന്ന് വിശ്വസിച്ചാൽ അയാൾക്കൊരിക്കലും ഹറമിൽ പോയി ഹജ്ജ് ചെയ്യാനോ ഉംറ ചെയ്യാനോ സാധിക്കൂല. കാരണം ഹറമിന്റെ ഉള്ളിൽ ഒതു എടുത്തിട്ട് തവാഫ് ചെയ്യുമ്പം വലത്തെ ഭാഗത്ത് ഫിലിപ്പൈനുകളും ഇടത്തെ ഭാഗത്ത് ഇറാനികളും മുമ്പിൽ ജപ്പാൻകാരും ബാക്കിൽ കൊറിയക്കാരും ആയിരിക്കും. ഓരോരുത്തരും വെപ്രാളപ്പെട്ട് ആണും പെണ്ണും ഇടകലർന്ന് അതിന്റെ ഉള്ളിൽ കൂടെ 7 തവണ ഒപ്പിക്കാൻ വേണ്ടി തോടുമ്പോ ഒന്ന് തൊട്ടുപോയാൽ ആരെങ്കിലും ഒന്നും എടുക്കാൻ പോകാറുണ്ടോ? എന്റെ ഒതു മുറിഞ്ഞിട്ടോ? അന്തേ കാരണം ദുരുദ്ദേശമല്ലല്ലോ. ആ ദുരുദ്ദേശം വീട്ടിൽ വെച്ചാലും ഇല്ലെങ്കിലും ഒതു മുറിയൂല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈ മുജാഹിദുകളുടെ കാര്യം വല്ലാത്തൊരു കഷ്ടം തന്നെയാണ്. നിങ്ങളുടെ വീടെന്താ? ഫിലിപ്പീനികളും ഇറാനികളും ജപ്പാൻകാരും ഇതൊക്കെ കൂടി അടങ്ങിയിട്ടുള്ള വീടാ? ഹറമത്തെ നിയമങ്ങൾ വീട്ടിലേക്ക് മാറ്റാൻ. ലോകത്ത് മുജാഹിദുകൾ മാത്രമല്ല ഹജ്ജും ഉംറയൊക്കെ ചെയ്യുന്നത്, ഒരുപാട് മുസ്ലിമുകൾ ചെയ്യുന്നുണ്ട്. ഇവരൊക്കെ ഫാമിലി ആയിട്ടും ഭാര്യയായിട്ടും മക്കളായിട്ടും ഉമ്മയായിട്ടും ഉപ്പയായിട്ടും കുടുംബമായിട്ടും ഒക്കെ ഉംറ ചെയ്യലുണ്ട്. അവരൊക്കെ ഒളുവോടുകൂടി തന്നെ ചെയ്യുന്നത്. ഏതൊരു വിഷയമായാലും പരിശുദ്ധമായ ഹറമിൽ അറിയാതെ പറ്റുന്ന അബദ്ധങ്ങൾക്ക് വിട്ടുവീഴ്ചയുണ്ട് എന്ന് പണ്ഡിതന്മാരെന്ന് പറഞ്ഞിട്ടുണ്ട്. സ്ത്രീകളുടെ ഔറത്തി എന്നുള്ളത് മുൻകൈയും മുഖവും ഒഴിച്ച് ബാക്കി എല്ലാ ഭാഗവും മറച്ചിരിക്കണമെന്നുള്ളതാണ്. അത് ഏകദേശം 75-80% സ്ത്രീകൾ കീപ്പ് ചെയ്യുന്നതുമാണ്. അപൂർവമാണ് ചില പാകിസ്ഥാനി പെണ്ണുങ്ങളോ ചില അഫ്ഗാനികളൊക്കെ ആ നിയമം ലംഘിക്കാറുള്ളത്. അപ്പോൾ എന്ന് പറയപ്പെടുമ്പോൾ ആ സ്ത്രീ എന്തായിരിക്കും? കാലിൽ സോക്സ് ധരിച്ചിട്ടുണ്ടാവും, പിന്നെ മുൻകൈയും മുഖവും മാത്രമാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്ത്രീയെ ഒന്ന് മുട്ടി അല്ലെങ്കിൽ തൊട്ടു ഒന്നും മുറിയുന്നില്ലല്ലോ. പിന്നെ മദ്ഹബ് പൂർണ്ണമായിട്ട് അറിയുന്ന വ്യക്തികളാണെങ്കിലും മദ്ഹബ് എന്ത് ചെയ്യുക? ഹനഫിയിലേക്ക് മാറാം. അല്ലാത്തവർക്ക് മദ്ഹബ് മാറേണ്ട ആവശ്യം വരുന്നില്ല. കാരണം അറിഞ്ഞുകൊണ്ട് ഞാൻ ഒരാളെ തൊടൂല എന്ന് മനസ്സിൽ കരുതിയിട്ട് തല പൂർണ്ണമായിട്ട് തടവിയാലും ഇനി പറയാതെ തൊട്ടലെന്താവില്ല? ഒന്നും മുറിയില്ല. അത്രയും നിയമങ്ങളും അത്രയും മസ്അലും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു നിയമങ്ങളുള്ള ഒരു മസ്ജിദുൽ ഹറമിൽ അന്യ സ്ത്രീയെ തൊട്ടാൽ അല്ലെങ്കിൽ ഭാര്യയെ തൊട്ടാൽ ഒന്നും മുറിയില്ല എന്നൊരു നിയമത്തോടു കൂടി അതങ്ങനെ മനസ്സിൽ കരുതി കൊണ്ട് തൊടുക മുട്ടൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താവില്ല? ആ ഉംറ തന്നെ സഹീഹല്ല. മനസ്സിലാവുണ്ടോ? അപ്പോൾ ഇത്തരം വിഷയങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത് ഭാര്യയെ തൊട്ടാലും ഭാര്യയെ ചുംബിച്ചാലും ഉളു മുറിയുകയില്ല എന്ന മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ആശയമാണ് സമർപ്പിക്കുന്നത്. അടുത്തൊരു വിഷയം കേൾക്കാം. പല ആളുകളും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഭാര്യയെ ചുംബിച്ചാൽ വുളു മുറിയുമോ എന്ന ചോദ്യം. ഇമാം അബൂദാവൂദ് റഹ്മത്തുള്ളാഹി അലൈഹി സ്വഹീഹായ സനദോടുകൂടി ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഉദ്ധരിക്കുന്നു, അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖബ്ബലഹാ വലം യതവദ്ദ. അള്ളാഹുവിൻ്റെ റസൂൽ ആയിഷ റളിയല്ലാഹു അൻഹയെ ചുംബിച്ചു, പക്ഷേ അള്ളാഹുവിൻ്റെ റസൂൽ വുളു എടുത്തില്ല. എന്ന് പറഞ്ഞാൽ ഭാര്യയെ സ്പർശിച്ചാലോ ഇനി ഭാര്യയെ ചുംബിച്ചാൽ പോലുമോ അക്കാരണം കൊണ്ട് ഒരാളുടെ വുളു മുറിയുകയില്ല എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ നമുക്ക് മനസ്സിലാക്കി തരികയാണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഈ പറയപ്പെട്ട ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വുളു ചെയ്തതിന് ശേഷം ആയിഷ റളിയല്ലാഹു അൻഹയെ കാണുകയും സ്പർശിക്കുകയും ചുംബിക്കുകയും അതിന് ശേഷം വുളു എടുക്കാതെ നമസ്കരിച്ചതായിട്ട് പറയപ്പെടുന്ന ഹദീസ് തുർമുദി 86 പറയപ്പെട്ട ഹദീസ്. ഇത് തൊട്ടാൽ വുളു മുറിയും എന്നതിന് എതിരെ വരാറുള്ള ഒരു ഹദീസാണിത്. പക്ഷേ ഈ പരമ്പരകളിൽ ദുർബലമായിട്ടുള്ള റാബികൾ ഉണ്ടായിട്ടുണ്ട് എന്നും അത് സ്വീകാര്യമല്ല എന്നും ഇമാമിങ്ങൾ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? അത് രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. തുഫ 1-ാം വോളിയം 38-ാമത്തെ പേജിൽ അത് പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഇതിന് എതിരെ വരുന്ന ഹദീസാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമസ്കരിക്കുന്ന സമയത്ത് സുജൂദിൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ കാല് അത് നീട്ടപ്പെട്ടപ്പോൾ അത് നബി തങ്ങളെ കൈ കൊണ്ട് എടുത്തു മാറ്റി എന്ന് പറയപ്പെടുന്ന ഹദീസ്. പക്ഷെ അത് മറയോടുകൂടിയാണ് എന്ന് അതും ഇമാമികൾ എന്ത് ചെയ്തിട്ടുണ്ട്? അതും രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. അദ്ദബ് അതുപോലെ തന്നെ ഷറഹെ മുസ്ലിമിലൊക്കെ അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പക്ഷെ അത് വ്യക്തമായിട്ടിപ്പോൾ പഠിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമൊന്നുമില്ല. ഇത് എന്ത് സമർപ്പിക്കാൻ വേണ്ടിയിട്ടാണ്? വുളു ചെയ്തതിന് ശേഷം ഭാര്യയെ പോയിട്ട് ചുംബിച്ച് നമസ്കരിക്കാം എന്നുള്ളതിനോ? നമുക്ക് ചെറിയൊരു ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കാര്യമാണല്ലോ. അപ്പോൾ അത്തരത്തിൽ അഭിപ്രായ വ്യത്യാസം ഉള്ളത് കൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുള്ളത് ഭാര്യയെ തൊട്ടാൽ വുളു മുറിയും എന്ന് തന്നെയാണ്. പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് നിസായിലും
സൂറത്ത് മാഇദയിലെ 6-ാമത്തെ ആയത്തും ഔലാ മസ്തുമുൻ നിസാ എന്ന് പറയപ്പെട്ടൊരു ഭാഗമുണ്ട്. ഇതിൻ്റെ വ്യാഖ്യാനം സ്ത്രീ പുരുഷന്മാരെ തൊട്ടാൽ ഉളു മുറിയും എന്ന് തന്നെയാണ് ഭൂരിഭാഗം ഇമാമിയങ്ങളും അത് രേഖപ്പെടുത്തിയതായിട്ട് തഫ്സീർ ഇബ്നു കസീർ 1-ാം വോളിയം 623-ാമത്തെ പേജിൽ അത് പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കിതാബുകളുടെ അടിസ്ഥാനത്തിൽ ഭാര്യയെ തൊട്ടാൽ ഉളു മുറിയുമോ ഇല്ലയോ എന്നുള്ളതിൻ്റെ മറുപടി ഇതിൻ്റെ സാഹചര്യ സന്ദർഭ തെളിവുകളൊക്കെ സൂചിപ്പിക്കുന്നത് ഭാര്യയെ തൊട്ടാൽ ഉളു മുറിയും എന്ന് തന്നെയാണ്. ഇപ്പോൾ ഈ വിഷയത്തെ സംബന്ധിച്ച് ഫൈസൽ മൗലവിയുടെ ഒരു വിഷയം കൂടെ കേൾക്കാം. എൻ്റെ സഹോദരിമാരെ ഈ സംശയം ഉണ്ടായത് ഹദീസിലെവിടെയെങ്കിലും അങ്ങനെ കണ്ടിട്ടാണോ? അല്ല. വേണ്ട. നമ്മുടെ നാട്ടിൽ ഏതു മദ്രസയിൽ പഠിച്ചാലും അവിടെയൊക്കെ ഉളു മുറിയുന്ന കാര്യങ്ങൾ പഠിപ്പിച്ചപ്പോൾ അതിൽ പറഞ്ഞ കാര്യം എന്താണ്? വലിയവരായ അന്യ സ്ത്രീ പുരുഷന്മാരുടെ തൊലി തമ്മിൽ ചേരരുത്. അന്യ സ്ത്രീ പുരുഷന്മാരുടെ തൊലി തമ്മിൽ ചേർന്നാൽ ഉളു മുറിയും. അത് അറിഞ്ഞുകൊണ്ട് തൊട്ടാലും മുറിയും, അറിയാതെ തൊട്ടാലും മുറിയും, എങ്ങനെ തൊട്ടാലും മുറിയും. തൊട്ടു എന്ന് ഉറപ്പായാൽ, തൊട്ടിട്ട് കൈ വലിച്ചാലും തൊട്ടു എന്ന് ഉറപ്പായാൽ ഉളു മുറിയുക തന്നെ ചെയ്യുമെന്നുള്ളതാണ്. അന്യ സ്ത്രീ പുരുഷന്മാരുടെ തൊലി തമ്മിൽ ചേരൽ. ഭാര്യയും ഭർത്താവും അന്യരാണോ? മറ്റൊന്നും വേണ്ടല്ലോ, വേറെ ഒന്നും ആലോചിക്കേണ്ട കാര്യമില്ല. അന്യ സ്ത്രീ പുരുഷന്മാരുടെ തൊലി തമ്മിൽ ചേർന്നാൽ ഉളു മുറിയും എന്ന് പറയപ്പെടുമ്പോൾ ഇതിൽ ഭാര്യ ഇതിൽ ഉൾപ്പെടൂല എന്നുള്ള ഒരു നിയമം ഇത് എവിടെ നിന്നാണ് കിട്ടിയത്? ഭാര്യ അന്യ സ്ത്രീയല്ലേ? ചില മുജാഹിദുകൾ പറയലുണ്ട് ഭാര്യ അന്യ സ്ത്രീയല്ല എന്നുള്ളത്. അന്യ സ്ത്രീ ആരാണ്? അന്യ സ്ത്രീ അല്ലാത്ത ആരാണ് മഹ്റമുകൾ? അത് അന്യ സ്ത്രീകളല്ല. അവരെ വിവാഹം ചെയ്യൽ ഹറാമാണ്. എന്തുകൊണ്ടാണ് ഇസ്ലാം അങ്ങനെ ഒരു നിയമമാക്കിയത്? എന്തുകൊണ്ടാണ് വിവാഹം കഴിക്കൽ ഹലാലായിട്ടുള്ളത് അന്യ സ്ത്രീകളാക്കിയത്? അപ്പോൾ ഇതിൻ്റെ മുമ്പ് ഈ വിഷയം പറഞ്ഞപ്പോൾ ഏതോ സുഹൃത്ത് പറഞ്ഞു ഇതൊന്നും നജിസല്ലല്ലോ എന്നുള്ളത്. എന്നാൽ പിന്നെ നജിസല്ല എന്നാണെങ്കിൽ എന്നാൽ പിന്നെ മഹ്റമുകളൊക്കെ ഇങ്ങനെ വിവാഹം ചെയ്യാമല്ലോ. എന്തുകൊണ്ടാണ് പരിശുദ്ധ ഇസ്ലാം അത് ഹറാമാക്കിയത്? ഉമ്മ, സഹോദരിമാർ, ജ്യേഷ്ഠൻ്റെ മക്കൾ, ഇതൊക്കെ നമ്മൾക്ക് രക്തബന്ധമുള്ള മഹ്റമുകളാണ്. അവരെ തൊട്ടാൽ ഉളു മുറിയില്ല, അവരെ വിവാഹം ചെയ്യൽ ഹറാമുമാണ്. വിവാഹം ചെയ്യൽ ഹലാലായിട്ടുള്ളത് അന്യ സ്ത്രീയെയാണ്. അപ്പോൾ അന്യ സ്ത്രീയെ വിവാഹം ചെയ്താൽ ഭാര്യ അന്യ സ്ത്രീയാണ് എന്ന് പറയപ്പെടുമ്പോൾ വേറെ സുഹൃത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ അന്യ സ്ത്രീയെ തൊട്ടാൽ ഉളു മുറിയില്ലേ? ഭാര്യ അന്യ സ്ത്രീയാണെങ്കിൽ അന്യ സ്ത്രീൻ്റെ കൂടെയാണല്ലോ ജീവിക്കുന്നത് എന്നുള്ള രീതിയിലുള്ള ഓരോ വ്യാഖ്യാനങ്ങൾ. എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, ഭാര്യ എന്നുള്ളത് അന്യ സ്ത്രീയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അതെന്തുകൊണ്ടാണ്? മഹ്റമുകളല്ലാത്തത് കൊണ്ട്. അപ്പോൾ അന്യ സ്ത്രീയെ തൊട്ടാൽ അല്ലെങ്കിൽ ഓളുടെ കൂടെ ജീവിച്ചാൽ അത് ഹറാമാകും എന്നുള്ളത് അത് ഹലാലാകുന്ന എപ്പോഴാണ്? അല്ലാഹു തആല നമുക്കത് ഹലാലാക്കി തന്നിട്ടുള്ളത് നിക്കാഹ് എന്ന ഒരു ഉടമ്പടി കരാറിലൂടെയാണ്. ആ കരാറ് നിക്കാഹ് ഉള്ളത്രത്തോളം കാലം നമുക്കൊക്കെ ഹലാൽ തന്നെയാണ്. പക്ഷേ ആ നിക്കാഹ് നഷ്ടപ്പെട്ടാലോ, തൊലാഖ് ചൊല്ലിയാലോ, അതുവരെ ഉണ്ടായിരുന്നൊക്കെ ഹറാമാണ്. അല്ലാഹു തആല അങ്ങനെയാണ് അന്യ സ്ത്രീകളെ നമുക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ ഹലാലാക്കി തന്നിട്ടുള്ളത്. അല്ലാഹു തആല ഹക്ക് മനസ്സിലാക്കാൻ തൗഫീക്ക് നൽകട്ടെ.